ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനു നേരെ അടുത്തിടെയുണ്ടായ ഭീഷണികളിലും ബംഗ്ലാദേശ് രാഷ്ട്രീയ നേതാക്കളുടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിലും ഔദ്യോഗിക നയതന്ത്ര പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യ ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ മുഹമ്മദ് റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തി. ഡൽഹിയോട് ശത്രുതയുള്ള സൈന്യത്തിന് ധാക്ക അഭയം നൽകുമെന്നും ഇന്ത്യയുടെ 7 സഹോദരിമാരെ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ സഹായിക്കുമെന്നും ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് സമൻസ്. ബംഗ്ലാദേശിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സ്ഥിതിഗതികളിൽ പ്രത്യേകിച്ച് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുള്ള ഭീഷണികളിൽ ഇന്ത്യ ബുധനാഴ്ച ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തി. ശക്തമായ ആശങ്കകൾ അറിയിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ സുരക്ഷാ അന്തരീക്ഷം വഷളാകുന്നതിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ബംഗ്ലാദേശ് പ്രതിനിധിയെ അറിയിച്ചതായും ധാക്കയിലെ ഇന്ത്യൻ മിഷന് ചുറ്റും സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കാൻ പദ്ധതിയിടുന്ന ചില തീവ്രവാദ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ വിജയദിനത്തിൽ ബംഗ്ലാദേശ് പ്രതിനിധി ഹമീദുള്ള ഇന്ത്യയുമായുള്ള വിശ്വാസവും ബന്ധവും കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിക്കുന്നു. ബംഗ്ലാദേശിൽ സമീപ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണങ്ങളെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കളയുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ചില സമീപകാല സംഭവങ്ങളെക്കുറിച്ച് തീവ്രവാദ ഘടകങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തെറ്റായ വിവരണം ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഇടക്കാല സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തുകയോ സംഭവങ്ങളെക്കുറിച്ച് ഇന്ത്യയുമായി അർത്ഥവത്തായ തെളിവുകൾ പങ്കിടുകയോ ചെയ്തിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് ഭീഷണി ലഭിച്ചതായി ANI റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് സമൻസ് അയച്ചത്. നേരത്തെ നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് ഹസ്നത്ത് അബ്ദുള്ള ശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന് അബ്ദുള്ള മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശ് അസ്ഥിരപ്പെട്ടാൽ മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് അഭയം വാഗ്ദാനം ചെയ്തു. തിങ്കളാഴ്ച ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഭൂമിശാസ്ത്രപരമായി ദുർബലമാണെന്ന് അബ്ദുള്ള വിശേഷിപ്പിച്ചു. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായി അവർ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ സിലിഗുരി ഇടനാഴിയെ ആശ്രയിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, കൂടാതെ പ്രാദേശിക സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിലൂടെയാണ് അബ്ദുള്ള ശ്രദ്ധേയനായത്. ഓഗസ്റ്റിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ കലാശിച്ചു. ധാക്കയിൽ നിന്നും പലായനം ചെയ്തതിനു ശേഷം ഹസീന ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇത് 2 അയൽക്കാർ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ഹസീനയെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തി വധശിക്ഷ വിധിച്ചു. രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഹസീന വിധി നിരസിച്ചു. അതേസമയം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന 7 സിസ്റ്റേഴ്സിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തും. മറ്റൊരു വിദ്യാർത്ഥി നേതാവായ ഉസ്മാൻ ഹാദിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഇൻകിലാബ് മഞ്ച സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ അബ്ദുള്ള പറഞ്ഞതാണ്. പ്രതികൾക്ക് ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്ന അസംബന്ധ വാദങ്ങളെ ഇരട്ടിയാക്കി. ബംഗ്ലാദേശ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ 55ാം വിജയദിനം ആഘോഷിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥി നേതൃത്വത്തിലുള്ള NCP നേതാവ് ഹസ്നത്ത് അബ്ദുള്ളയുടെ പ്രകോപനപരമായ പരാമർശങ്ങൾ വന്നത്. അതേസമയം ഇന്ത്യ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു, സമാധാനപരമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന ഉദ്ദേശം ഉൾപ്പെടെ ആഭ്യന്തര ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന്റെ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുമാണ് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.